വെറുമൊരു ബിരുദമല്ല, മികച്ചൊരു കരിയർ. ആധുനിക സൗകര്യങ്ങളും സുരക്ഷിതമായ ഹോസ്റ്റലുകളും ഇവിടെ നിങ്ങൾക്കായി ഒരുങ്ങുന്നു. 2026-27 അഡ്മിഷനുകൾ ആരംഭിച്ചു. ഇന്ന് തന്നെ അപേക്ഷിക്കൂ. ഇടിമിന്നലേറ്റ പാലക്കുടിയിൽ വീടിനും ഗാർഹിക ഉപകരണങ്ങൾക്കും കേടുപാടുകൾ സംഭവിച്ചു. സംഭവ സമയം വീട്ടിലുണ്ടായിരുന്ന വയോധിക രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക്. ഇടിമിന്നലേറ്റ പാലക്കുടിയിൽ വീടിനും ഗാർഹിക ഉപകരണങ്ങൾക്കും കേടുപാടുകൾ സംഭവിച്ചു. സംഭവ സമയം വീട്ടിലുണ്ടായിരുന്ന വയോധിക തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു. മാറിക തോൽക്കുടിയിൽ സജീവന്റെ വീടിനാണ് ബുധനാഴ്ച വൈകുന്നേരം 6:30 ഇടിമിന്നലേറ്റത്. ശക്തമായ മിന്നലിൽ പുരയിടത്തിൽ നിന്നിരുന്ന മരത്തിൽ മിന്നലേൽക്കുകയും പിന്നീട് വീട്ടിലേക്ക് പതിക്കുകയുമായിരുന്നു. ഇടിമിന്നലുണ്ടായ സമയം സജീവിന്റെ അമ്മ കമലാക്ഷി വീടിന്റെ മുൻവശത്തെ കസേരയിലിരിക്കുകയായിരുന്നു. മിന്നലിന്റെ ശക്തിയിൽ വീടിന്റെ മുൻവശത്തെ കോൺക്രീറ്റ് തൂണടക്കമുള്ള ഭാഗങ്ങൾ തകർന്ന് കമലാക്ഷിയുടെ ദേഹത്തേക്ക് തെറിച്ചു വീണെങ്കിലും പരിക്കുകളേൽക്കാതെ രക്ഷപ്പെട്ടു. ഇടിമിന്നലേറ്റ് കുറച്ചു സമയത്തേക്ക് തീയും പുകയും മാത്രമായിരുന്നെന്ന് സജീവന്റെ ഭാര്യയും അമ്മയും പറഞ്ഞു. ഒറ്റക്ക് മൊത്തം തീയായിരുന്നു. എനിക്ക് തീയും പോയാൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇതെല്ലാം വൈബ്രേറ്റ് ചെയ്ത് ചാടിക്കൊണ്ടിരിക്കുമായിരുന്നു. പില്ലർ പോയി, നമ്മുടെ ഈ തറയുടെ ഇതെല്ലാം പോയി, മിറ്റെല്ലാം കുഴിച്ചിട്ടുണ്ട്. മരങ്ങളൊക്കെ ഏറ്റിട്ടുണ്ടെന്ന് തോന്നുന്നു. അതെല്ലാം കറുത്ത് വെള്ളം പോലെ ചാടുന്നുണ്ടായിരുന്നു. ഇന്നലെ ഞാൻ കസേരയിലിരിക്കുമായിരുന്നു. പെട്ടെന്ന് ഇവിടെ ഇരുന്നപ്പം പെട്ടെന്ന് ഇരുന്ന് കഴിഞ്ഞപ്പോൾ ഒരു കഷ്ണം വന്ന് എൻ്റെ പുറത്തേക്ക് ചാടി. പുറത്തേക്ക് ചാടി കഴിഞ്ഞപ്പോഴാണ് ഇത് ഇടിവിട്ടിയാണെന്ന് എനിക്കൊന്നും മനസ്സിലായില്ല. പെട്ടെന്ന് എനിക്കൊരു ബോധമില്ലാത്ത പോലെ നിന്നിട്ടായി. മിന്നലേറ്റതിനെ തുടർന്ന് വീട്ടിലെ വയറിംഗ് പൂർണ്ണമായും കത്തിനശിച്ചു. ഇലക്ട്രിക് മീറ്ററും തകരാർ സംഭവിച്ച നിലയിലാണ്. മുറിക്കുള്ളിലെ സീലിംഗ് തകരുകയും ഭിത്തികൾക്ക് വിള്ളലുണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. 1 ലക്ഷത്തോളം രൂപയുടെ നാശനഷ്ടം ഉണ്ടായതായാണ് പ്രാഥമിക കണക്കെന്ന് വീട്ടുടമ സജീവൻ പറഞ്ഞു. ഞങ്ങൾ രാവിലെ തന്നെ വില്ലേജ് ചെന്ന് വിവരങ്ങൾ ധരിപ്പിക്കുക, അപേക്ഷ കൊടുക്കുകയും ചെയ്തായിരുന്നു. പ്രകാരം വില്ലേജ് ഓഫീസർ ഇവിടെ വന്ന് ഫോട്ടോ എടുത്ത കാര്യങ്ങളൊക്കെ നീക്കി അടുത്ത ക്രമപ്രകാരമുള്ള അപേക്ഷ ഞങ്ങൾ വില്ലേജ് കൊടുത്തു കഴിഞ്ഞപ്പോൾ അവർ പഞ്ചായത്തിലേക്ക് അയച്ച പഞ്ചായത്തിൽ നിന്ന് ബാക്കിയുള്ള പ്രസിഡന്റ് എല്ലാവരും മെമ്പർമാരെല്ലാം ആക്റ്റീവായിട്ട് വന്ന് എല്ലാവരും കൂടി എത്തിയ എല്ലാ കാര്യങ്ങളും എഴുതി പോയിട്ടുണ്ട്. പിന്നീട് ഇനിയിപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വയറിങ്ങിൻ്റെ കാര്യങ്ങളാണ്. അതിനെക്കുറിച്ച് കൃത്യമായൊരു കണക്ക് നമുക്ക് എടുക്കാൻ പറ്റിയല്ലോ. അത് കറണ്ട് വന്നൊന്ന് ചാർജ് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് അതിൻ്റെ നഷ്ടങ്ങളെ കുറിച്ച് കണക്ക് കൂട്ടാൻ പറ്റുള്ളൂ. എന്നാലും മൊത്തത്തിലൊരു നല്ലൊരു പൈസയുടെ 1 രൂപയ്ക്ക് മേളിലുള്ള ഒരു നഷ്ടങ്ങൾ ഞങ്ങളിപ്പം പൊതുവെ ബാഹ്യമായിട്ട് നോക്കിയിട്ട് കാണുന്നുണ്ട്. ഇതിനെക്കുറിച്ച് കൃത്യമായിട്ട് അറിയില്ല. സംഭവ സമയം വീട്ടിൽ സജീവന്റെ ഭാര്യയും അമ്മയും മാത്രമാണ് ഉണ്ടായിരുന്നത്. നാശനഷ്ടം വിലയിരുത്തുന്നതിനായി വില്ലേജിൽ നിന്നും പഞ്ചായത്തിൽ നിന്നും ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും സ്ഥലത്തെത്തി പരിശോധന നടത്തി. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്. എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ. ആദ്യം ടെൻഷനായി. മകളാ പറഞ്ഞത് അഹല്യയിൽ പോകാൻ. അഹല്യയ്ക്ക് 30 വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട്. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.